വെരി ഫ്യൂ ജിമ്മുകളിലൊക്കെ ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് അവർ കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നാണെങ്കിലും അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ട്രക്കാണ് ഗോശാല ട്രക്ക് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ കാശ്മീരാണ് ശരിക്കും. അപ്പം ബിക്കോസ് ഈ സ്ഥലം ഭയങ്കര സ്കെയറിയാണ്. എനിക്ക് തോന്നുന്നില്ല ആളുകൾ ആ സമയത്ത് വീഡിയോ എടുക്കാൻ മുതിരുമെന്ന്. ആളുകൾ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ആ സ്ഥലം എന്താണെന്ന് മനസ്സിലാക്കാതെ വരാറുണ്ട്. ഇങ്ങനെ ഒരു എഡ്ജിൽ കൂടെ പോകുമായിരുന്നു വണ്ടി. അപ്പോഴത്തേക്കും അവരെ ഭയങ്കരമായി പേടിച്ചിട്ടായിരിക്കും അവർ എഴുന്നേറ്റ് നിന്നിട്ട് എന്നെ കുറേ ചീത്ത വിളിച്ചു. അപ്പം തന്നെ ചില ആൾക്കാർ വഴിതെറ്റി പോകും. ബിക്കോസ് നമ്മൾ ഇങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പം മുകളിലോട്ട് നോക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒരു സൈഡിലേക്ക് തെറ്റിയൊക്കെ പോയി. പിന്നെ നോക്കിയപ്പോൾ ചുറ്റും ആരുമില്ല. ട്രാവലിസ്റ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഇന്നത്തെ പോഡ്കാസ്റ്റ് സീരീസിൽ നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു ട്രാവലറാണ്. നമുക്ക് വെൽക്കം ചെയ്യാം നിഹാല. ഹായ്. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും ആരാണ് നിഹാല എന്ന്. അപ്പം നിഹാല ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാമോ നമുക്ക്? ഞാൻ പേര് നിഹാല നാസർ, ആലപ്പുഴയാണ് സ്വദേശം, എറണാകുളത്ത് താമസിക്കുന്നു. കണ്ടൻറ് റൈറ്റിംഗ് ആണ് ജോലിയായിട്ട് ചെയ്യുന്നത്. ഞാൻ അപ്പുപ്പന്താടി എന്ന് പറഞ്ഞിട്ടൊരു ട്രാവൽ ഗ്രൂപ്പിൻ്റെ കൂടെ അതും ഒരു ഫ്രീലാൻസ് വർക്ക് പോലെയാണ്. നമ്മൾ ബഡ്ഡി എന്ന് പറയും, ട്രാവൽ കോർഡിനേറ്റർ പോലെ. ഒരു ഗ്രൂപ്പിനെ ആയിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് പോയി തിരിച്ച് വരിക. അപ്പോൾ ഒരു ഗൈഡെന്ന് വേണമെങ്കിലും പറയും. അതാണ് ഈ ബഡ്ഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അപ്പുപ്പന്താടിയുടെ കൂടെ ഒരു മോർ ദാൻ 5 years ആയിട്ട് ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായി കുറേ ട്രാവൽ ചെയ്യും. പിന്നെ നമ്മൾ പേഴ്സണലി അല്ലാതെ പോകുന്ന യാത്രകൾ. നമ്മൾ ട്രാവലേഴ്സിനെ നമ്മൾ കയ്യിൽ കിട്ടിയാൽ എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, എങ്ങനെയാണ് യാത്രകൾ സ്റ്റാർട്ട് ചെയ്തത്? അല്ല, ഒരാൾ യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടിട്ടായിരിക്കുമല്ലോ ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ യാത്ര സ്റ്റാർട്ട് ചെയ്യാനായിട്ട്? അങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ റീസൺ ഇല്ല. ഞാൻ കോഴിക്കോടാണ് പഠിച്ചത്. ജേർണലിസം പഠിക്കുന്ന ഒരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രകളുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ആ യാത്രകൾ ഡീവിയേറ്റ് ചെയ്ത് എവിടെയെങ്കിലും പോകാൻ ശ്രമിച്ചിരുന്നു. ലൈക്ക് ഇപ്പം നമ്മൾ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പാലക്കാട്, ഷൊർണൂർ ഇറങ്ങി പാലക്കാട് പോവുക. അവിടെ ഇപ്പോൾ സൈലൻറ്റ് വാലി, ധോണി വാട്ടർഫോൾസ്, അങ്ങനെ മലമ്പുഴ, അങ്ങനത്തെ കുട്ടി കുട്ടി സ്ഥലങ്ങളിലേക്ക് പോകാൻ ശ്രമിച്ചിട്ട് പോവുക. അങ്ങനെയാണ് അത് തുടങ്ങിയത്. അല്ലാതെ ഒരു പർട്ടിക്കുലർ റീസൺ ഉണ്ടായിരുന്നില്ല. പിന്നെ ആ സമയത്തൊരു ഫ്രണ്ടിനെ കിട്ടി, അവരും ട്രാവൽ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടെ പതുക്കെ ഓരോ സ്ഥലങ്ങളിൽ പോകാൻ തുടങ്ങി. അങ്ങനെയാണ്, അല്ല വേറൊരു റീസൺ ഉണ്ടായിരുന്നില്ല. അപ്പം നിഹാലയുടെ ഒരു ഇഷ്ടമുള്ളൊരു ട്രാവൽ രീതി എങ്ങനെയാണ്? ഇപ്പോൾ ചില ആൾക്കാർക്ക് ട്രക്കിംഗ് ആയിരിക്കും ഇഷ്ടം, ഇപ്പോൾ ചിലർക്ക് ബാക്ക് പാക്കിംഗ് ആയിരിക്കും ഇഷ്ടം. അപ്പം നിഹാലയ്ക്ക് ഏറ്റവും ഇഷ്ടം എങ്ങനത്തെ യാത്രകളാണ്? ട്രെക്കിംഗ് ആണ് ആക്ച്വലി പേഴ്സണലി ഭയങ്കര ഇഷ്ടം. ട്രെക്കിംഗ് ആണ്. അല്ലാത്ത യാത്രകളും ഇഷ്ടമാണ്. ലൈക്ക് എന്നാലും കുറച്ചുകൂടി മൗണ്ടൻസ്, അല്ലെങ്കിൽ ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത് പോയൊരു സാധനവും ഒരു ഹിമാലയൻ ട്രെക്കിംഗ് ആയിരുന്നു. പിന്നെ യൂഷ്വലി ഇച്ചിരി പ്ലാൻ ചെയ്യാൻ വീക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് അങ്ങ് പോവുകയൊക്കെയാണ് ചെയ്യുക. ബാക്കി പിന്നെ എല്ലാം ചിലപ്പോൾ അൺസർട്ടനിറ്റീസ് ഉണ്ടാവും. ബട്ട് അതങ്ങ് സംഭവിക്കുകയാണ് ചെയ്യുക. അപ്പം കൂടുതൽ പറഞ്ഞാൽ ട്രെക്കിംഗ് തന്നെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ട്രക്കിംഗ് എക്സ്പീരിയൻസസ് ഒന്ന് പറയാമോ? നമ്മൾ ഇപ്പോൾ ഹിമാലയൻ ട്രക്കുകളല്ലേ കൂടുതലും ചെയ്യുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഈ 2020 ഇപ്പോൾ ഈ കോവിഡിന് ശേഷം ഒരുപാട് ആൾക്കാർ ട്രാവൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ട്രാവൽ ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇപ്പോൾ അതിൽ കുറേ ആൾക്കാർ നമ്മൾ ഈ ട്രക്കിങ്ങിലേക്ക് പോകുന്ന ആൾക്കാർ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നിഹാലയുടെ ട്രക്കിംഗ് എക്സ്പീരിയൻസസ് ഒന്ന് പറയാമോ? ഏത് ട്രക്കിംഗ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്? അങ്ങനെ ആദ്യം ഞാൻ പോയത് ഒരു ബേദിനി ബുഗ്യാൽ എന്ന് പറഞ്ഞിട്ടൊരു ഹിമാലയൻ ട്രക്കിംഗ് ആയിരുന്നു. അത് YHA എന്ന് പറഞ്ഞു, യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഉണ്ടല്ലോ, അവരുടെ ട്രക്കിങ്ങാണ് പോയത്. അപ്പം നമ്മൾ ഹിമാലയം എന്ന് കേട്ടിട്ടുണ്ട്, പിന്നെ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിമാലയം എന്നറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല. അപ്പം ഞാനൊരു 2016 ഹിമാലയം എന്തായാലും ഒന്ന് കാണണം എന്ന് വിചാരിച്ചു. അപ്പം എനിക്കൊരു ഫേസ്ബുക്കിൽ ഒരു കുറച്ച് പ്രായമുള്ള ഒരു അങ്കിളിനെ അറിയാം. പുള്ളി എപ്പോഴും ഹിമാലയം ട്രക്കിങ് എന്തൊക്കെയോ ചെയ്യുന്നതാണ്. ഞാൻ ഫോട്ടോസൊക്കെ കാണാറുണ്ട്. അപ്പം ഒരു സൈക്ലിംഗ് അസോസിയേഷനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എനിക്ക് ഈ അങ്കിളിന് പരിചയമുണ്ട്. അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ വിചാരിച്ചു എന്തായാലും ഹിമാലയം പോവാം. അപ്പോൾ എങ്ങനെ പോകണോ ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സ്കൂട്ടർ എടുത്തിട്ട് പുള്ളീനെ പോയി കാണുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ എനിക്കിങ്ങനെ ഹിമാലയം പോകണമെന്നുണ്ടായിരുന്നു, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ YHAക്ക് കുറേ ട്രക്കിങ്ങും ഇതൊക്കെ ഉണ്ട്, അതിലൊന്നും അവരുടെ വെബ്സൈറ്റൊക്കെ പോയി നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വെബ്സൈറ്റ് പോയി നോക്കി. അപ്പോൾ ഒന്നും അറിയില്ല, ആക്ച്വലി അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. കുറേ ട്രക്കിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് കൺവീനിയൻ്റായ ഒരു ഡേറ്റ് കണ്ടപ്പോൾ അത് കയറി ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. അത് ഞാൻ ഓക്കെ, ഇനി ആരെങ്കിലും വരുന്നുണ്ടോ ചോദിക്കാം. അങ്ങനെ ഒരു 2-3 ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ അവരും വരുന്നുണ്ടെന്ന് പറഞ്ഞു.
അപ്പം നമ്മളെല്ലാവരും കൂടെ ആ ട്രെക്കിങ് അങ്ങ് പോവുക ചെയ്തു. അതിന് മുമ്പ് നമുക്കൊന്നും അറിയില്ല. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു കുറച്ച് ഫിറ്റ്നസ്സൊക്കെ വേണം, വർക്കൗട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് നടക്കാൻ പോവുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങ് പെട്ടെന്ന് പോവുക ചെയ്തത്. ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്കറിയാം അത് ഭയങ്കര എന്താ പറയുക, അൺപ്ലാൻഡ് മാത്രമല്ല ഭയങ്കര ഇമ്മച്യൂറും ആയിരുന്നു. ബിക്കോസ് പ്രോപ്പർ ഗിയേഴ്സൊന്നും കൃത്യമായിട്ടില്ല, അതൊക്കെയാണ് പോയത്. കാരണം നമുക്ക് അതിനെക്കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് പോയി. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഈ ബേദിനി ബുഗ്യാൽ എന്ന് പറഞ്ഞാൽ രൂപ്കുണ്ട് ട്രെക്കിങ് ചിലപ്പോൾ എല്ലാവർക്കും അറിയാം. അതിൻ്റെ കുറച്ചൊരു തൊട്ട് താഴെ കുറച്ചും കൂടെ ഓൾട്ടിറ്റ്യൂഡ് കുറഞ്ഞിട്ടൊരു കാലു വിനായക് എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞ് ടെമ്പിളൊക്കെ ഉണ്ട്. അതാണ് ഇതിൻ്റെ സമ്മിറ്റ് പോയിന്റ് വരുന്നത്, ബേദിനി ബുഗ്യാലിൻ്റെ. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ ഹിമാലയൻ ട്രെക്ക്. പിന്നെ അപ്പുപ്പന്താടിയിൽ വന്ന ശേഷമാണ് പിന്നെ ബാക്കി കൂടുതൽ ട്രെക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ലൈക്ക് ബ്രഹ്മതാൽ എന്ന് പറഞ്ഞ ട്രെക്കിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഭയങ്കര ഈസി ട്രെക്കായ വാലി ഓഫ് ഫ്ലവേഴ്സ്, പിന്നെ KGL കശ്മീർ ഗ്രേറ്റ് ലേക്സ്, എവറസ്റ്റ് ബേസ് ക്യാമ്പ്, ഗോച്ചില, ഇതൊക്കെയാണ് മെയിൻലി ചെയ്തിട്ടുള്ള ട്രെക്ക്. അപ്പം ഈ KGL പറഞ്ഞല്ലോ, ഇപ്പം KGLൻ്റെ സീസൺ വരാറായി അല്ലേ? അപ്പം ഇപ്പം ബാക്കി ഇപ്പോൾ വാലി ഓഫ് ഫ്ലവേഴ്സ് ആണെങ്കിലും കേദാർഗന്ധ ആണെങ്കിലും ബ്രഹ്മതാളൊക്കെ ആണെങ്കിലും അത്യാവശ്യം ആൾക്കാർ അറിയുന്ന, അതിപ്പം ഈ ത്രില്ലാഫിലിയോ പോലെയുള്ള ട്രാവൽ കമ്പനീസ് വന്നതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഭയങ്കര ഫെമിലിയർ ആണ്. പക്ഷെ എന്നാൽ KGL അങ്ങനെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണല്ലേ? അപ്പം ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ടാണ് എനിക്ക് തോന്നുന്നു KGLും ആ ഒരു ലെവലിലേക്ക് എത്തിയത്. എന്താ മുമ്പ് ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു പോപ്പുലാരിറ്റി കിട്ടിയത് ഈ അടുത്തല്ലേ? അപ്പോൾ KGLൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? കാരണം ഒരുപാട് ആൾക്കാർ ഈ വർഷം പോകാൻ പ്ലാൻ ഇടും, അറിയില്ല അവിടുത്തെ സാഹചര്യം മൂലം പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല ഇപ്രാവശ്യം. അപ്പോൾ KGLൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? KGL ആക്ച്വലി എനിക്ക് പേഴ്സണലി പറഞ്ഞാൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിനെക്കാട്ടിയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രെക്കാണ് KGL. ഞാൻ 2022 KGL പോയത്, ട്രെക്കിംഗ് പോയത്. അപ്പം അത് അപ്പുപ്പന്താടിയെ സംബന്ധിച്ച് നമ്മൾ ആദ്യമായിട്ട് വെക്കുമായിരുന്നു. അപ്പം അത് ഇത്ര ഫേമസും അല്ലായിരുന്നു. എനിക്കൊന്ന് ഇൻസ്റ്റഗ്രാമിലൊക്കെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് നമ്മുടെ ഒരു ബാച്ചും, ഞങ്ങളൊരു 14 പേര് സ്ത്രീകൾ മാത്രമുള്ള ഒരു ബാച്ചായിരുന്നു. പിന്നെ ആക്ച്വലി ആ റൂട്ടിലൊക്കെ കണ്ടത് ഇന്ത്യ ഹൈക്സിനെ മാത്രമേ അങ്ങനെ കണ്ടുള്ളൂ. ഒരുപാട് ട്രെക്കിംഗ് ടീമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര അത്രയും ക്രൗഡ് ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. അതായത് ഈ 7 days ട്രെക്കാണ്. അതിൽ നമ്മളൊരു 7 ലേക്ക് കാണുന്നുണ്ട്. അതാണ് ഈ കശ്മീർ ഗ്രേറ്റ് ലേക്ക് എന്ന് പറയുന്ന 7 ലേക്കുകൾ. അപ്പോൾ അതിൻ്റെ അകത്തൊരു ട്വിൻ ലേക്കൊക്കെയാണ്. ഭയങ്കര ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലം എന്ന് വെച്ചാൽ എല്ലാവരും പോകണം എന്ന് നമുക്ക് പേഴ്സണലി സജസ്റ്റ് ചെയ്യാൻ തോന്നുന്ന ഒരു സ്ഥലവും കൂടാണ്. അതിൽ തന്നെ പക്ഷേ പിന്നത്തെ നെക്സ്റ്റ് ഇയർ ആയപ്പോഴത്തേക്കും 23rd ആയപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഇത് ഭയങ്കര പോപ്പുലറായി. അപ്പോൾ കുറേ കൂടെ ക്രൗഡഡ് ആയി പിന്നീട് പോയ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ ഭയങ്കര ക്രൗഡായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ലൈക്ക് ഒരു ദിവസം തന്നെ മോർ ദാൻ 2000 ആൾക്കാരൊക്കെ എൻട്രി ചെയ്യുന്നത് പോലത്തെ. കാരണം സീസണൽ ആണല്ലോ, ഒരു 4 മാസം 5 മാസം കുറച്ചേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മഴ കൂടുകയൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ലാസ്റ്റ് ഇയർ അങ്ങനെ ഉണ്ടായെന്ന് തോന്നുന്നു. നമ്മുടെ ഒരു ഫ്രണ്ട് ബുക്ക് ചെയ്തിട്ട് പുള്ളിക്കാരിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ അവർ ക്യാൻസൽ ചെയ്തു. പക്ഷേ ഭയങ്കരമായി മഴയായിരുന്നുണ്ട്. പക്ഷേ ഈ മഴ സീസണിലാണ് അത് ഉണ്ടാവുകയും ചെയ്യുന്നത്. അതെ അതെ, ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം KGLനെ കുറിച്ച് കൂടുതൽ പറയുവാണെങ്കിൽ ആക്ച്വലി ഇത് നമ്മളിപ്പോൾ ഒരു സ്ട്രെച്ച് ചിലപ്പോൾ ഫുള്ള് ലാവൻഡർ ആയിരിക്കും. അതായത് നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്കും 2 സൈഡിലും ലാവൻഡർ ഫുൾ ബ്ലൂം ചെയ്തിട്ട് ഫുൾ ആ കളർ ഇങ്ങനെ ഒരു വാലി ഫുൾ ആ കളറായിരിക്കും. അപ്പോൾ അതൊക്കെ ഭയങ്കര എന്താ പറയുക, നമ്മൾ ആദ്യമായിട്ട് അത്തരം ഒരു കാഴ്ചയൊക്കെ കാണുന്നത്. ചിലപ്പോൾ കുറച്ച് അതുപോലെ തന്നെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും കുറേ ചെമ്മരിയാടുകൾ പോകുന്നുണ്ടാകും. അപ്പോൾ അവരെ സംബന്ധിച്ചും ഈ സീസണിൽ വിൻ്റർ ആകുമ്പോഴത്തേക്കും തിരിച്ച് ജമ്മു എത്താൻ വേണ്ടി ട്രാവൽ ചെയ്യുന്ന ആട്ടിടയന്മാരും അതിൻ്റെ കൂടെ പോകുന്ന ആയിരക്കണക്കിന് ചെമ്മരിയാടുകൾ ഇങ്ങനെ പോകുന്നുണ്ടാകും. അപ്പം അത്തരം കാഴ്ചകളൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. എസ്പെഷ്യലി അത് കാശ്മീരും കൂടെ ആയതുകൊണ്ട് എന്താ പറയുക, ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ കാശ്മീരാണ് ശരിക്കും. അപ്പം നമ്മൾ യൂഷ്വലി കാണുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറിയിട്ട് ഭയങ്കര ഇൻറ്റീരിയറിലോട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണല്ലോ ആ സ്ഥലങ്ങൾ. അത്തരം സ്ഥലമാണ് നമ്മൾ ഈ KGLൽ ആക്ച്വലി എക്സ്പ്ലോർ ചെയ്യുന്നത്. ഫുൾ വാലീസും മെഡോസ്, ഒത്തിരി റിവർ ക്രോസിങ്സ് വരുന്നുണ്ട്. പിന്നെ ഒരു മിക്സഡ് ഇതുമുണ്ട്, മിക്സഡ് ട്രെയിലും ഉണ്ട്. ഒത്തിരി ഫോറസ്റ്റ് ഇല്ല ബാക്കി ട്രെക്കിനെ വെച്ച് നോക്കുമ്പോൾ. ഫോറസ്റ്റ് ട്രെയിൽ KGLൽ കുറവാണ്. ഇപ്പോൾ ഒരു ദിവസം ഫുള്ള് ബോൾഡേഴ്സും ഉണ്ട്. അതിപ്പോൾ എല്ലാവർക്കും അത്ര ഈസി ആയിരിക്കത്തില്ല. ബോൾഡേഴ്സ് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ 1-2 ആളുകൾ യൂഷ്വലി എല്ലാ ദിവസവും വലിയ കുഴപ്പമില്ലാതെ
ട്രക്ക് ചെയ്തിരുന്ന ആളുകൾ ഈ ബോൾഡേഴ്സ് വരുന്ന ദിവസം അവർക്ക് കുറച്ച് എന്താണ് ബോൾഡേഴ്സ് എന്നൊന്ന് പറഞ്ഞു കൊടുക്കുക? കാരണം കല്ല് പോലത്തെ, അതായത് കുറച്ച് പാറ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കല്ലുകളുള്ള വഴിയായിരിക്കും ഫുൾ. അപ്പം ചില സ്ഥലത്ത് നമ്മളിങ്ങനെ അള്ളിപ്പിടിച്ച മാതിരി കയറേണ്ടി വരും. അപ്പം ഓഫ് കോഴ്സ് അത് നമ്മുടെ കൈക്കും കുറച്ച് ടയറിങ് ആണ്. കാലും എപ്പോഴും ഈ കല്ലിന് പുറത്തേക്ക് കാലെടുത്ത് വെക്കുന്നതുകൊണ്ട് കാലിന് താഴ്ഭാഗം വേദനിക്കുക, അങ്ങനത്തെ ഒരു കുറച്ച് ടഫാണ്. എല്ലാവർക്കും അല്ല, ബട്ട് ചില ആൾക്കാർക്ക് അത് അത്ര കൺവീനിയൻ്റ് ആയിരിക്കില്ല. അപ്പോൾ അത് ഒരു ഓൾമോസ്റ്റ് ഫുൾ ഡേ അതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 2 പാസുകൾ ക്രോസ് ചെയ്യുന്നുണ്ട് ഈ 7 days ട്രെക്കിൽ. അതിലൊരു പാസിൻ്റെ പേര് ഗഡ്സർ പാസ് എന്നാണ്. അതാണ് അതിലെ ഈ ട്രെക്കിൽ ഏറ്റവും ടഫസ്റ്റ് ട്രെയിലും പാസും അതാണ്. എന്ന് വെച്ചാൽ നല്ല കുറച്ച് റിസ്ക്കിയാണ്. ഇപ്പം ഞങ്ങൾ പോകുന്ന സമയത്ത് ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പോൾ ഈ പാസ് ആക്ച്വലി വെള്ളവും മണ്ണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കുഴഞ്ഞ പരുവത്തിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സ്ലിപ്പറി സാധ്യതയുണ്ട്. അപ്പം യൂഷ്വലി ഞാൻ ആക്ച്വലി ഈ ട്രെക്ക് കഴിഞ്ഞ് വന്നിട്ട് ഈ ഗഡ്സർ പാസ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ യൂട്യൂബിലെടുത്ത് നോക്കിയിട്ട് അതിൻ്റെ വീഡിയോസ് ഒട്ടും തന്നെ പ്രോപ്പർ വീഡിയോസ് ഇല്ല. ബിക്കോസ് ഈ സ്ഥലം ഭയങ്കര സ്കെയറിയാണ്. എനിക്ക് തോന്നുന്നില്ല ആളുകൾ ആ സമയത്ത് വീഡിയോ എടുക്കാൻ മുതിരുമെന്ന്. സോ നമ്മൾ തന്നെ എങ്ങനെയെങ്കിലും സേഫായി ഇതിൻ്റെ മുകളിലേക്ക് എത്തണമെന്ന് പറഞ്ഞിട്ടൊരു അള്ളി പിടിച്ച് കയറുക ചെയ്യാം. അപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് നമ്മൾ നിവർന്ന് നടക്കാൻ. പക്ഷെ നമുക്ക് കോൺഫിഡൻസ് തോന്നില്ല, കാരണം ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലമായിരിക്കും. നമ്മളിവിടെ നിവർന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ പോകുമെന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ കാരണം എല്ലാവരും ഇങ്ങനെ ഒരു അള്ളിപ്പിടിച്ച് പോകാൻ നോക്കും. അപ്പം തന്നെ ചില ആൾക്കാർ വഴിതെറ്റി പോകും. ബിക്കോസ് നമ്മൾ ഇങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പം മുകളിലോട്ട് നോക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒരു സൈഡിലേക്ക് തെറ്റിയൊക്കെ പോയി. പിന്നെ നോക്കിയപ്പോൾ ചുറ്റിനും ആരുമില്ല. പിന്നെ അവിടെ എഴുന്നേറ്റ് നിന്നപ്പോൾ ഒരു ഗൈഡ് വന്നിട്ട് ഹെൽപ്പ് ചെയ്തു. അങ്ങനത്തെയൊക്കെ ഒരു അത്രയും കുറച്ച് റിസ്ക് ഉള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സ്ഥലത്ത് കൂടെ പോകുമ്പോൾ ഈ നമ്മുടെ ലഗേജൊക്കെ ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ ടെൻറ്റൊക്കെ ക്യാരി ചെയ്യുന്ന മ്യൂൾസ് ഉണ്ടല്ലോ, ഇത് ചിലപ്പോൾ മറിഞ്ഞ് വീഴുന്നുണ്ടാവും. അങ്ങനെ കുറച്ച് ടഫാണ് ആ ഒരു പാസ്. അത് കഴിഞ്ഞാൽ യൂഷ്വലി അങ്ങനെ ഭയങ്കര ടഫ് സ്ഥലങ്ങളില്ല. അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി ട്രക്കിലുള്ള പോലത്തെ ഒരു പേടിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. കൂടുതലും മെഡോസും വാലീസും ഒക്കെ തന്നെയാണ്. മറ്റൊരു പാസും കൂടെ ഉണ്ട്, പക്ഷെ അത് ഇത്ര സ്കെയറിയല്ല. കുറച്ച് നാരോ വഴിയാണ്, പക്ഷെ അത് ഇങ്ങനെ നമുക്ക് പേടി തോന്നത്തില്ല, അങ്ങ് പോകാവുന്നതേ ഉള്ളൂ. പിന്നെ ഒത്തിരി റിവർ ക്രോസിംഗ് ഒക്കെ ഉണ്ട്. ഭയങ്കര ഭംഗിയുള്ള സൺസെറ്റും സൺറൈസും ഒക്കെ കാണാം. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത് ഏതെങ്കിലും സ്ട്രീമിൻ്റെ സൈഡിലൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു ഞാൻ ചെയ്തതിൽ ഇതുവരെ ഏറ്റവും എനിക്ക് രസമുള്ള ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയൊരു ട്രെക്ക് KGL ആണ് ആക്ച്വലി, എവറസ്റ്റ് ബേസ് ക്യാമ്പിനേക്കാൾ. അപ്പം പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത്? കാരണം കുറച്ച് ലോങ് ആണല്ലോ. അതായത് നമ്മൾ സാധാരണ ഹിമാലയൻ ട്രക്കുകൾ എന്ന് പറയുന്നത് നമ്മളൊരു 5 to 6 days അങ്ങനെയുള്ള, അതിലും കുറച്ചുകൂടെ കൂടുതലാണ് KGL അല്ലേ? അപ്പം ഡെയിലി നടക്കാനുള്ള ഡിസ്റ്റൻസും കൂടുതലാണ്. അപ്പം പ്രിപ്പറേഷൻസ് എന്തെങ്കിലും ഇതിന് മുമ്പുള്ളത് എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? യൂഷ്വലി നമ്മളിപ്പം നമ്മൾ ചെയ്യുന്നതാണെങ്കിലും നമ്മളുടെ കൂടെ വരുന്ന ആൾക്കാരോട് ചെയ്യാൻ പറയുന്നതാണെങ്കിലും ഒരു ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാനാണ് പറയുക. അപ്പം തീരെ ഒട്ടും വർക്കൗട്ടൊന്നും ചെയ്യാത്ത ആളുകളാണെങ്കിൽ ആദ്യം നടന്ന് തുടങ്ങുക, കുറച്ച് ദിവസം നടക്കുക. അപ്പോൾ അതൊന്ന് പേസൊക്കെ ക്ലിയറായി വരുമ്പോഴത്തേക്കും ചെറുതായി ജോഗിങ് ചെയ്യാൻ പറയും. അതുപോലെ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് ഭയങ്കര, ബിക്കോസ് നമ്മൾ കയറ്റമാണല്ലോ ട്രക്കിൽ ബേസിക്കലി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് ആളുകൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. സ്റ്റെപ്പ് ആദ്യം സാധാരണ പോലെ സ്റ്റെപ്പ് കയറി ഇറങ്ങുക. പിന്നെ പറ്റുമെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് ക്യാരി ചെയ്തിട്ട് ബാഗൊക്കെ ഇട്ടിട്ട് കയറി ഇറങ്ങാൻ പറയും. പിന്നെ ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ്ങുകളുണ്ട്. അത് പക്ഷേ എല്ലാ സ്ഥലത്തും അങ്ങനെ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. വെരി ഫ്യൂ ജിമ്മുകളിലൊക്കെ ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഇതുവരെ കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ടിട്ടുണ്ട് മാസ്കൊക്കെ വെച്ച് ചെയ്യുവാണ്. അതായത് കാർഡിയോ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ മാസ്ക് വെച്ച് ചെയ്യുന്നു. അപ്പോൾ ഈ ബ്രീത്തിൻ്റെ ഒരു ഡിഫിക്കൽറ്റി ഒരു യൂസ്ഡ് ആവുക, ഓക്സിജൻ കുറയുന്നതിൻ്റെ ഒക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനത് അറ്റൻഡ് ചെയ്യില്ല. അപ്പോൾ യൂഷ്വലി ഇതൊക്കെയാണ് ചെയ്യാൻ പറയുക. നടക്കുക, കാർഡിയോ ചെയ്യാൻ പറയും, ലെഗിനുള്ള പ്രോപ്പർ വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറയും. ബിക്കോസ് കാലിനാണ് യൂഷ്വലി എല്ലാവർക്കും ആദ്യം വരുന്ന ബുദ്ധിമുട്ട് കാലിനാണല്ലോ. അപ്പോൾ കാലിനും കാർഡിയോ ചെയ്യാൻ പറയും. ഈ നടക്കുക, ജോഗ് ചെയ്യുക, സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നതും ഭയങ്കര ഉപയോഗമുള്ളൊരു വർക്കൗട്ട്. നമ്മുടെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ തുക്ല പാസ് ഒക്കെ കയറുന്ന സമയത്ത് ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം അതുപോലൊരു പ്രശ്നം ഈ KGL വരുമോ? കാരണം ഇല്ല, ഇത് ഒന്ന് ഭയങ്കര ഓൾട്ടിറ്റ്യൂഡ് ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഒത്തിരി കയറ്റങ്ങളും വരുന്നില്ല. ഇപ്പം എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഓൾട്ടിറ്റ്യൂഡിൻ്റെ ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഇതങ്ങനെ ഭയങ്കര ഓൾട്ടിറ്റ്യൂഡല്ല.
പിന്നെ ഇതിനൊരു നമ്മുടെ യൂഷ്വൽ ട്രക്ക് പോലെ ഒരു സമ്മിറ്റ് പോയിന്റ് ഇല്ല, ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് സമ്മിറ്റ് പോയിന്റ് ഇല്ല. ഇതൊരു ഒരു ഒരു റൗണ്ട് പോലെ, അതായത് എല്ലാ ലേക്കും നമ്മൾ വിസിറ്റ് ചെയ്ത് അതെ അതെ, ഒരു കൂടുതലും മെഡോസ് പോലെ വിസിറ്റ് ചെയ്ത് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വേറൊരു സ്ഥലത്താണ് എൻഡ് ചെയ്യുന്നത്. രണ്ടും സോൺമാർഗിൽ തന്നെയാണ്, പക്ഷെ വേറൊരു പോയിന്റിലാണ് ഇത് എൻഡ് ചെയ്യുക. അപ്പോൾ യൂഷ്വലി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ തിരിച്ചു വരുവാണല്ലോ ചെയ്യുക. അപ്പോൾ ഇതങ്ങനെയല്ല, ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വേറൊരു സ്ഥലത്ത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും എന്തെങ്കിലും അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ഐ മീൻ ഓക്സിജൻ ഡെഫിഷ്യൻസി, ആൾട്ടിറ്റ്യൂഡ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ ഈ സീസണും കൂടെ ആയതുകൊണ്ട് ഒരു ഭയങ്കരമായ തണുപ്പിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. പക്ഷെ മഴ വന്നു കഴിഞ്ഞാലും ബുദ്ധിമുട്ടല്ലേ? ഇപ്പം നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ജൂലൈയിൽ തൊട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ. അപ്പം എനിക്ക് തോന്നുന്നു ഈ സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്കും മഴയുടെ ഇത് സെപ്റ്റംബറിൽ, അതാ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ തവണയ്ക്ക് ഓഗസ്റ്റ് പകുതിയിൽ തന്നെ അവർ ക്യാൻസൽ ചെയ്തു. ഇപ്പം മഴ ഭയങ്കര ശക്തമാവുകയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ആ ട്രിപ്പ്. പക്ഷേ ഒരു കുറച്ച് മഴയൊക്കെ, അപ്പം നമ്മൾ പോയ സമയത്ത് അങ്ങനെ ഭയങ്കരമായ മഴ ഉണ്ടായിരുന്നില്ല. കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിൽ മഴ ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ലഗേജ് ക്യാരി ചെയ്യാനായിട്ട് മ്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പം അവർ എങ്ങനെയാണ്, അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സേഫ്റ്റി ഇഷ്യൂസ് വരികയാണെങ്കിൽ ഇപ്പം ലഗേജ് മാത്രമല്ല, അപ്പം നമുക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്ന അങ്ങനെ ഒരു ഓപ്ഷനും അവിടെ ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ ഉണ്ടാവും. ഞങ്ങൾ പോയിരുന്ന സമയത്ത് ആക്ച്വലി കുറവായിരുന്നു. നമ്മൾ ഒരു പ്രീ ബുക്ക് ചെയ്യുന്നത് പോലെ ചെയ്യണമായിരുന്നു. എത്ര പേർക്ക് ലഗേജ് ഓഫ് ലോഡ് ചെയ്യണം എന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ട്രെക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ കുറച്ച് പേർക്ക് ബാഗ് എന്തായാലും കൊടുത്തു വിടണം. അപ്പോൾ അതിനുള്ള ഇപ്പോൾ ഒരു മ്യൂളിന് 2 ബാഗോ 4 ബാഗോ ഒക്കെയാണ് അവർ ക്യാരി ചെയ്യുക. അപ്പോൾ അത് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ ഒന്നുമല്ല, കാല് കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി അവർക്ക് പോകാൻ മ്യൂള് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ബിക്കോസ് ഇത് സ്റ്റാർട്ടിങ് പോയിന്റിനെ അത് ഡിസൈഡ് ചെയ്യുവാണെങ്കിൽ കിട്ടാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഇത് ഇൻ ബിറ്റ്വീൻ ആയതുകൊണ്ട് അവർക്ക് മ്യൂൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു ആളെയും കൊണ്ടുവന്ന ഒരു മ്യൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് നേരം നടക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു. കാരണം ആ ആൾ ഓൾറെഡി മ്യൂളിലാണ് വരുന്നത് 2-3 ദിവസമായിട്ട്. അപ്പോൾ അവർ എനിക്ക് കുറച്ച് നടക്കാമെന്ന് പറഞ്ഞിട്ട് ഇയാളെ കുറച്ച് നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളെ കുറച്ച് നേരം ക്യാരി ചെയ്തായിരുന്നു മ്യൂൾ. അതർവൈസ് കിട്ടാൻ പാടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ബുദ്ധിമുട്ട് ഉണ്ടാവാൻ വഴിയില്ല. ബിക്കോസ് അത് ഒത്തിരി ആളുകൾ വരുന്നത് കൊണ്ട് കുറച്ചും കൂടെ ഇത്തരം ഫെസിലിറ്റീസൊക്കെ ഉണ്ടാവും. ബട്ട് നെറ്റ്വർക്കൊന്നുമില്ല. നെറ്റ്വർക്കൊക്കെ ഡേ 1 ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അപ്പൊ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ എന്താണ് നമ്മുടെ ഗൈഡിന്റെ ഉണ്ടാവില്ലേ? ഇല്ല, അവിടെ നെറ്റ്വർക്കേ ഇല്ല. ആക്ച്വലി നെറ്റ്വർക്ക് ഇല്ല. നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഒരാൾക്ക് വന്നാൽ തിരിച്ചു പോകാന്നുള്ളതാണ്. അപ്പോൾ അവരൊരു ലോക്കൽ ഗൈഡിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ഒരാൾക്ക് തിരിച്ചു പോകണമെങ്കിൽ. ബിക്കോസ് ഡേ 1 തന്നെ ഒരാൾ തിരിച്ചു പോയായിരുന്നു. ബട്ട് അത് അവർക്ക് വയ്യാതായിട്ടല്ല, ആൾ ആക്ച്വലി ആദ്യമായിട്ടാണ് ഒരു ട്രക്ക് ചെയ്യുന്നത്. അപ്പം ഒരു ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ ചെറിയ ട്രക്ക് ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. അപ്പം പെട്ടെന്ന് ഇതിന് വന്നതും അപ്പോൾ കുറച്ച് നടന്നപ്പോൾ തന്നെ പുള്ളിക്കാരി കുറച്ച് ടെൻഷനായി. ഇത് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ, അങ്ങനെ പേടിച്ചു. അപ്പം ഭയങ്കര പാനിക്കായിരുന്നു. കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞൊക്കെ നോക്കി, കൺവിൻസ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചു. പക്ഷേ ആൾ ഓക്കെ ആയിരുന്നില്ല. അപ്പോൾ ആൾ തിരിച്ചു പോയി. അപ്പം ആളുടെ കൂടെ ഒരു ഗൈഡിനെ താഴത്തേക്ക് തിരിച്ചു വിടുക ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളൊരു എമർജൻസി സിറ്റുവേഷൻ വരികയാണ്. ഇപ്പം ഒരു EMSൻ്റെ ചാൻസസ് വളരെ കുറവാണെന്ന് പറഞ്ഞില്ലേ? അപ്പം ഇഞ്ചുറീസോ അങ്ങനെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഒരു എമർജൻസിക്ക് ഈ ഹെലികോപ്റ്റർ സർവീസോ അങ്ങനെ എന്തെങ്കിലും അവിടെ അവൈലബിൾ ആണോ? ആ സമയത്ത് അല്ലായിരുന്നു. ഇപ്പോൾ ഇനി ഉണ്ടോയെന്നറിയില്ല. ബട്ട് മിക്ക സ്ഥലത്തും കുറവായിരിക്കും ഇത്തരം ട്രക്ക്. നമ്മൾ ഇന്ത്യയിൽ പൊതുവെ ഇപ്പം നമ്മൾ നേപ്പാളിലോട്ടൊക്കെ പോയി എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോവുകയാണെങ്കിൽ നമ്മൾ ഓരോ പോയിന്റിലും നമുക്ക് എപ്പോൾ ഹെലികോപ്റ്റർ വേണമെന്ന് പറഞ്ഞാലും കിട്ടും. പിന്നെ അവിടെ പിന്നെ ആളുകൾ തന്നെ ക്യാരി ചെയ്ത് പോവും. ഷെർപ്പാസ് തന്നെ ട്രക്കേഴ്സിന് ക്യാരി ചെയ്ത് പോകുന്ന സംവിധാനം അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി നമുക്ക് കുറവാണ്. ഇന്ത്യയിൽ അത്തരം സംവിധാനം കുറവാണ്. അപ്പോൾ യൂഷ്വലി ഇന്ത്യ എന്ന് വെച്ചാൽ കുതിരപ്പുറത്ത് ക്യാരി ചെയ്ത് താഴത്തേക്ക് പോവുക. ഇനി അതും പറ്റിയില്ലെങ്കിൽ ആളുകൾ തന്നെ ക്യാരി ചെയ്ത് പോവുകയൊക്കെയാണ് യൂഷ്വലി ചെയ്യുക. ഇപ്പോൾ വാലി ഓഫ് ഫ്ലവേഴ്സിൽ ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട്, അവൈലബിൾ. ഗാംഗ്രിയ വരെയൊക്കെ ഉള്ളൂ. അപ്പം വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് പോയാൽ പിന്നെ ഒന്നും കിട്ടില്ല. ആക്ച്വലി വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് ഒരു മ്യൂള് പോലും ഇല്ല. ആൾക്കാർ ഒരു കൂടെ മാതിരി ഒരു ഇതിൽ എടുത്തിട്ട് പോവുകയും ചെയ്യും. ഈ ലാവൻഡറിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് വാലി ഓഫ് ഫ്ലവേഴ്സിനെ പറ്റിയിട്ടാണ്. KGL പോലെ തന്നെ അതേ സീസണിൽ ഉള്ളൊരു ട്രക്കല്ലേ വാലി ഓഫ് ഫ്ലവേഴ്സ്. അത് മൺസൂൺ ട്രക്കാണ്. അപ്പം വാലി ഓഫ് ഫ്ലവേഴ്സ് ഞാൻ കഴിഞ്ഞ വർഷം വാലി ഓഫ് ഫ്ലവേഴ്സ് ചെയ്ത ആളാണ്. അപ്പം
അതായത് എനിക്ക് പക്ഷേ നല്ല മഴയാണ് കിട്ടിയത്. അപ്പം കുറേ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ശരിക്കുള്ളൊരു ബ്യൂട്ടി എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ലെന്ന് വേണേൽ പറയാം. പിന്നെ നമ്മൾ അവിടുന്ന് ആ റിവർ ബെഡിൻ്റെ ഭാഗത്തേക്ക് പോകുമല്ലോ, ആ ഒരു 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 ഗ്രേവ് ഗ്രേ ഒക്കെ ഉണ്ടല്ലോ, ഉണ്ടാവും അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. കാരണം അവിടേക്ക് പോകുന്നൊരു പാലം ഒലിച്ചു പോയി, മഴ അത്രയും കൂടുതലായതുകൊണ്ട്. പിന്നെ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞ് 2 ദിവസത്തെ ആൾക്കാരെ കയറ്റിയിട്ടുമില്ല, മഴ കൂടുതലായിരുന്നു. അപ്പം നിഹാല പോയപ്പോൾ എങ്ങനെയായിരുന്നു? നല്ല വാലിയൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും? 2 തവണ ഞാൻ പോയിട്ടുണ്ട്. അപ്പം വാലി ഓഫ് ഫ്ലവേഴ്സ് ഒന്ന് കോവിഡ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ആണ് പോയത്. അത് കോവിഡിൻ്റെ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് അത് രണ്ടാമത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആക്ച്വലി ഇതുപോലെ ഞങ്ങളൊരു 10-15 ലേഡീസ് ഉണ്ടായിരുന്നു. നമ്മൾ ത്രൂ ഔട്ട് ട്രെക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മളും വളരെ കുറച്ച് ആൾക്കാർ, ലൈക്ക് ഒരു വിരലിൽ എണ്ണാവുന്ന പോലെ ആൾക്കാരും. ബിക്കോസ് ഇത് കഴിഞ്ഞ് ഓപ്പൺ ആണ്, എല്ലാവരും അങ്ങനെ യാത്ര ചെയ്യാനൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ കോവിഡിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് വളരെ ആൾ കുറവായിരുന്നു. നമ്മൾ തന്നെ നമ്മുടെ കൂടെ വന്ന ഗൈഡ് ആൾക്കാർ കുറച്ച് സ്പീഡിൽ നേരത്തെ പോയി ഗാംഗ്രിയയിലെത്തിയ ഒരു എന്താ പറയുക അക്കോമഡേഷനൊക്കെ അവർ അപ്പോൾ പോയി ശരിയാക്കിയതാണ്. നമ്മൾ ചെല്ലുമ്പോൾ അവിടെ യൂഷ്വലി ഇലക്ട്രിസിറ്റി ഉള്ള സ്ഥലമാണ്, പക്ഷെ നമ്മൾ പോയപ്പോഴത്തേനും ഇല്ല, അതെല്ലാം അവിടെ പോയി കിടക്കുക ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഒട്ടും ആളുണ്ടായിരുന്നില്ല ത്രൂ ഔട്ട് ട്രക്കിൽ. പിന്നെ ഹേംകുണ്ട് സാഹിബിലേക്ക് വരുന്ന വളരെ കുറച്ച് തീർത്ഥാടനത്തിന് വരുന്ന ആൾക്കാർ മാത്രമേ വഴിയിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ മഴയും കിട്ടിയില്ല നമുക്ക്, ഒരു ദിവസം പോലും മഴ കിട്ടിയില്ല. നല്ല സമയത്താണ്. അതെ, അന്ന് ഭയങ്കര രസമായിരുന്നു ആക്ച്വലി. ഒത്തിരി എല്ലാം കുഞ്ഞു കുഞ്ഞു പൂക്കളാണല്ലോ, നമ്മൾ കുത്തി കുത്തി പൂക്കൾ, ഈ ചെറിയ പുല്ല് പോലെ നിൽക്കുന്ന സ്ഥലത്തുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളാണല്ലോ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ യൂഷ്വലി ഗാർഡൻ കാണുന്ന പോലെയോ തുളിപ്സ് കാണുന്ന പോലെയോ അല്ല, കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. അപ്പോൾ ഒരു ഏരിയ ഫുള്ള് വൈറ്റ് പൂക്കളാണെങ്കിൽ അപ്പുറത്ത് യെല്ലോ ആയിരിക്കും, അതിൻ്റെ അപ്പുറത്ത് ചിലപ്പോൾ ബ്ലൂ ആയിരിക്കും. അങ്ങനെ ആ വല ഫുള്ള് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന പോലത്തെ ഒരു നല്ല രസമുള്ള കാഴ്ചയായിരുന്നു അപ്പോൾ പോയപ്പോൾ. പക്ഷേ ഇപ്പോൾ ഈ ലാസ്റ്റ് ജൂലൈയിൽ പോയിരുന്നു 2024. അപ്പോൾ ആക്ച്വലി അത് ഈ പറഞ്ഞ പോലെ പൂക്കൾ കുറവായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ പൂക്കൾ കുറവായിരുന്നു, ഭയങ്കര ക്രൗഡായിരുന്നു. ക്രൗഡ് എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ വാരണാസിയിലൊക്കെ പോകുന്നത് പോലെ തോന്നും. ഒത്തിരി ആളുകൾ, നമ്മൾ അങ്ങോട്ട് എവിടേക്ക് നടക്കുമ്പോഴും ഒത്തിരി ആളുകൾ കൂടെ നടക്കുന്നുണ്ട്. മ്യൂൾസ് പോകുന്നുണ്ട്, എഗെയിൻ സിക്ക് ആളുകൾ പോകുന്നുണ്ട്. അപ്പം ഒത്തിരി തിരക്കായിരുന്നു. അത് മുന്നേ ആ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ടായിട്ട് തോന്നിയായിരുന്നു. റീൽസ്, ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ അതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് ആയിരിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എല്ലാവരും ചീത്ത പറയും, കാരണം ഞാൻ വീഡിയോസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്ക് അതിനെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ പോയ സമയത്തും അങ്ങനെയായിരുന്നു, നല്ല ക്രൗഡായിരുന്നു. പിന്നെ നമ്മൾ ഗുരുദ്വാരകൾ ഉണ്ടല്ലോ, ഇപ്പൊ ഗാംഗരിയയിലാണെങ്കിലും ഗുരുദ്വാരകൾ നമുക്ക് പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് ഈ പറഞ്ഞ ഗുരുദ്വാരയിൽ പോയിട്ട് നിൽക്കാൻ ഈ സിഖ് ഹേംകുണ്ടിലേക്ക് പോകുന്ന ഈ തീർത്ഥാടകർ മാത്രമായിരുന്നു ഗുരുദ്വാരകളിൽ പോയിട്ട് നിൽക്കാറുള്ളൂ. പക്ഷെ കാരണം ഫ്രീ ആയിട്ട് സ്റ്റേയും ഫുഡും കിട്ടും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ വരുന്ന ട്രാവലേഴ്സ്, അതായത് സോളോ പോകുന്ന ആൾക്കാരൊക്കെ എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോവാന്ന് നോക്കുമ്പോൾ അവർ ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഗുരുദ്വാരകളാണ്. പിന്നെ ഉത്തരാഖണ്ഡ് ഗവൺമെന്റിന്റെ മറ്റേ GMVN എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോർമെട്രി സർവീസ്, അതാണ് ഇവർ മെയിനായിട്ട് നോക്കുന്നത്. കാരണം ബാക്കിയുള്ള സ്ഥലമൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്, നല്ല റേറ്റ് കൂട്ടി. കാരണം 3 ദിവസം നമ്മൾ ഗാംഗരിയയിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത് അല്ലേ. നമ്മൾ ട്രക്കിങ്ങുകൾ ഒരുപാട് യാത്രകളും ചെയ്തിട്ടുള്ള ആളല്ലേ നിഹാല. അപ്പം എന്തൊക്കെയാണ് ഒരു ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുള്ളത് യാത്രകൾക്കിടയിൽ, അല്ലെങ്കിൽ ഏറ്റവും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? ആക്ച്വലി ഉണ്ട്. ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് യാത്ര പോകുമ്പോൾ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഒരു സേഫ്റ്റിയൊക്കെ ഉറപ്പാക്കിയാൽ മതിയാവുമായിരിക്കും. അതിപ്പോൾ ഈ ടൂറിസമൊക്കെ അത്രയും പോപ്പുലറായ ഒരു സമയത്ത് സേഫ്റ്റിയൊന്നും വലിയ കൺസേൺ ആയിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഒരു ട്രാവൽ ഗ്രൂപ്പിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കുറേ ആളുകളുമായിട്ട് പോകുമ്പോഴത്തേക്കും ആക്ച്വലി ഏറ്റവും ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ആളുകളുടെ എക്സ്പെക്റ്റേഷനാണ്, 2 അൺസർട്ടനിറ്റീസാണ്. അപ്പം എന്ത് സംഭവിക്കാം അടുത്തത് എന്ന് പറഞ്ഞ കാര്യം, ചില ടെറൈനുകളൊക്കെ സംബന്ധിച്ചിട്ട് കുറച്ച് നമുക്കൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ അങ്ങനത്തെ കുറച്ച് ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ലൈക്ക് ഒരിക്കൽ ഒരു 2-3 ഇയേഴ്സ് ബാക്കാണ് സ്പിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യായിരുന്നു നമ്മളിപ്പോൾ. നമ്മുടെ ഇത് ആക്ച്വലി മണാലി വഴിയാണ് നമ്മൾ സ്പിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഞങ്ങൾക്ക് മണാലി എത്താൻ പറ്റിയില്ല. നമ്മൾ ഡൽഹിയിൽ നിന്ന് ഒരു ദിവസം വൈകുന്നേരം പുറപ്പെട്ടു. രാവിലെ എല്ലാവരും ഉറങ്ങിയൊക്കെ ബസ്സിൽ തന്നെയാണ്. അപ്പോൾ ഉറങ്ങിയൊക്കെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും വണ്ടികൾ ഇങ്ങനെ നിരയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ മൗണ്ടൻ റോഡ്സ് ആണല്ലോ, അപ്പോൾ അത് ഭയങ്കര സ്വാഭാവിക കാര്യമായതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ വലിയ ടെൻഷനൊന്നും തോന്നിയില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കുറച്ച് സമയം ഉണ്ടാവും, ട്രാഫിക് ഉണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ചായയൊക്കെ കുടിച്ചോ എന്ന് പറഞ്ഞു. അവിടെ കടകളുണ്ടായിരുന്നു, എല്ലാവരും പറയും ചായയൊക്കെ കുടിച്ചു.
വർത്തമാനമൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്, കാരണം ബസ് മൂവ് ചെയ്യുന്നില്ല. പിന്നെ അവർ ബസ് മൂവ് ചെയ്യാൻ തുടങ്ങി, നമ്മൾ ബസ്സിൽ കയറി. പക്ഷെ ബസ് നമ്മൾ ഈ സിറ്റിയിലെ ട്രാഫിക് പോലെ കുഞ്ഞ് ദൂരം മാത്രം മൂവ് ചെയ്യുന്നുള്ളൂ. ചെറിയ ദൂരം പോവും, വീണ്ടും ചെറിയ ദൂരം പോവും. ആക്ച്വലി അന്ന് ഉച്ച വരയ്ക്കും, അതായത് ഉച്ചയ്ക്ക് ഒരു 2 മണി വരെ നമ്മൾ ഈ വണ്ടിയിൽ തന്നെ ആയിരുന്നു. എത്തിയില്ല മണാലിയിലേക്ക്. ഒരു 2 മണിക്കൂർ ട്രാവലും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ ഭയങ്കരമായി റിവർ നിറഞ്ഞൊഴുകുന്നുണ്ട്, ഓരോ സാധനങ്ങളൊക്കെ ഒഴുകിപ്പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് നെറ്റ്വർക്കും ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്, കുറച്ച് ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോവും. അപ്പം നമ്മളും നാട്ടിലോട്ടോ ഫ്രണ്ട്സിനെയൊക്കെ കണക്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ പോസ്റ്റായി ഇരിക്കുവാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ നമ്മളോട് പറയുന്നുണ്ട്, എടീ മണാലിയിലൊക്കെ ഫ്ലഡാണെന്ന് കേട്ടല്ലോ, ATM ഒഴുകിപ്പോയല്ലോ, കാർ ഒഴുകിപ്പോയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ബിക്കോസ് നമുക്കിത് അറിയാനൊരു നിർവാഹമില്ല ആ സമയത്ത്. അപ്പം നമുക്കൊരു ലോക്കൽ കോണ്ടാക്റ്റ് ഒരു കക്ഷിയുണ്ട് മണാലിയിൽ, അവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, പേടിക്കണ്ട, കുറച്ച് സമയം എടുത്താലും അതിങ്ങോട്ട് എത്തും. കാരണം സ്പിറ്റി 10 days ട്രിപ്പാണല്ലോ. അപ്പോൾ നമ്മൾ ഇത്തിരി വൈകിയാലും നമുക്കത് പാച്ചപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പുള്ളി അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ആളെയും വിളിച്ചിട്ട് നമുക്ക് കിട്ടുന്നില്ല, പുള്ളീനെയും വിളിച്ചാൽ കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആവും, നോട്ട് റീച്ചബിളോ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഒരു ട്രാവൽ കോർഡിനേറ്റർ, ഒരു ബഡ്ഡി എന്ന നിലയ്ക്ക് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇവിടുന്ന് മുമ്പോട്ട് പോയാൽ സേഫാണോ, നമുക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം എനിക്കിത് മുകളിലോട്ട് വിളിച്ച് ചോദിക്കാൻ ആളുണ്ട്. നമ്മുടെ അപ്പൂപ്പന്താടിയുടെ ഓണറുണ്ട്, സജന എന്ന ആളുടെ പേര്. അപ്പം ഞാൻ ആളെ റീച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പറഞ്ഞ പോലെ റേഞ്ച് ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നു. അപ്പം കുറേ ബസ്സുകാരൊക്കെ തിരിച്ചു പോകുന്നുണ്ട്. എങ്ങനെ വരുന്നു, കുറേ ഇതുപോലെ ട്രാവലേഴ്സായിട്ടുള്ള ആളുകൾ അവിടെ ഇറങ്ങുന്നുണ്ട്. ചില സ്ഥലത്ത് ഇറങ്ങുന്ന ചെറിയ ഹോട്ടലൊക്കെ കാണുന്നിടത്ത് പോയി ആളുകൾ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നാളെ പോവാം എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയിൽ. അപ്പം ഞാനും ഇതുപോലെ എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ ആളുകളോട് ചോദിച്ചു, എന്താ ചെയ്യുക, നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും സേഫ് എന്ന് തോന്നുന്നു, കാരണം നമ്മുടെ അവിടുത്തെ കോണ്ടാക്റ്റുള്ള ആളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി, ലൈക്ക് ഇത്രയുള്ള റോഡിൻ്റെ ഒരു 70% ഒഴുകിപ്പോയി എന്ന്. അപ്പോൾ വണ്ടികൾക്ക് അങ്ങോട്ടേക്ക് എന്തായാലും മണാലിക്ക് എത്താൻ പറ്റാനുള്ള സാധ്യതയില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതുപോലെ ഒരു ഡിസിഷൻ എടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പേഴ്സണലി തോന്നുന്നത് നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും സേഫ്. കാരണം നമ്മൾ അപ്പുറത്തെത്തിയാൽ ഇനി തിരിച്ചു വരാൻ ഒരു ഓപ്ഷൻ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, ഇമ്മീഡിയറ്റ്ലി ഓപ്ഷൻ ഉണ്ടാവണമെന്നില്ല. ഇപ്പോഴാണ് അതെ, നമ്മളവിടെ സ്റ്റക്കായി പോകാൻ, അങ്ങനെ ഒത്തിരി പേര് സ്റ്റക്കായിരുന്നു ആക്ച്വലി. ഒത്തിരി ട്രാവൽ ആൾക്കാർ, കുറേ മലയാളികളും ഒക്കെ ചെയ്ത ഡോക്ടേഴ്സും ഒക്കെ അവിടെ സ്റ്റക്കായി പോയിട്ട് അവരെ ഹെലികോപ്റ്റർ റെസ്ക്യൂ എന്തൊക്കെ ആ സമയത്ത് ചെയ്ത നഗർ വഴി വേറെ വഴി കുറേ ആൾക്കാർ തിരിച്ചു വന്നു. അതെ, അപ്പം നമ്മളും ഇതുപോലെ. അപ്പോൾ ഈ ബസ്സുകാർ തിരിച്ചു വരാൻ റെഡി ആയിരുന്നില്ല ആക്ച്വലി. അവർ പറഞ്ഞു, അവർ ഇന്നലെ വൈകുന്നേരം മുതൽ വണ്ടി ഓടിക്കുകയാണല്ലോ, അപ്പോൾ അവർ തിരിച്ചു വരാൻ റെഡിയല്ല. അപ്പം നമുക്ക് വേറെ ബസ് വിളിക്കണം എന്ന് പറഞ്ഞു. അവരൊരു കോണ്ടാക്റ്റ് തന്നു, ഒരു ബസ് വിളിച്ചു, അവർ വന്നു. അപ്പം ഞങ്ങളൊരു 22 ആൾക്കാരേ ഉള്ളൂ. അതൊരു 40 സീറ്റർ ബസ്സാണ്. ആ 40 സീറ്ററിൻ്റെ ഫുൾ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. അത് നമ്മൾ ഓക്കെ പറഞ്ഞു. നമ്മൾ അപ്പോഴും എതിർപ്പുണ്ടായിരുന്നു, സ്റ്റേ ബാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരുണ്ടായിരുന്നു 10 ദിവസം. പക്ഷെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഒരു 10 days ലീവൊക്കെ എടുത്ത് ഒത്തിരി പ്രതീക്ഷയിലേക്കല്ലോ, ഒത്തിരി സ്ഥലങ്ങളൊക്കെ കാണാൻ. അത് ഒത്തിരി നാളൊക്കെ കാത്തിരുന്നിട്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് ആ ലീവ് കിട്ടിയതും പൈസ കിട്ടിയതും ഒക്കെ. അപ്പം കുറേ പേര് തിരിച്ച് അവിടെ നിൽക്കണം എന്ന് ആഗ്രഹിച്ചവരാണ്. പക്ഷെ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനാണ് തോന്നിയത്. അപ്പം തിരിച്ചു വന്നു ആക്ച്വലി. അത് പക്ഷേ ഭയങ്കര, ഇപ്പം ആലോചിക്കുമ്പോൾ ഭയങ്കര നല്ല തീരുമാനമായിരുന്നു. കാരണം ഞങ്ങൾ തിരിച്ചു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പാലം പൊളിഞ്ഞു പോയായിരുന്നു. അപ്പം പോകുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ സ്റ്റക്കായാണ് ആക്ച്വലി. അപ്പം ആ തീരുമാനം നല്ലതായിരുന്നു തോന്നുന്നു. ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ പഞ്ചാബ് വഴിയൊക്കെ വരുമ്പോൾ അംബാലയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ബസ്സൊക്കെ ഒരു ഹാഫ് വെള്ളത്തിലാണ് വരുന്നത്. നമ്മുടെ ലഗേജൊക്കെ നനഞ്ഞു പോയായിരുന്നു. അപ്പം കാറുകളൊക്കെ ഒഴുകി നടക്കുന്നുണ്ട് അംബാലയിൽ. അപ്പം ആക്ച്വലി കേരളത്തിലെ ഫ്ലഡ് ഞാൻ ഭയങ്കര ഡയറക്റ്റ്ലി വിറ്റ്നസ് ചെയ്തിട്ടില്ല. ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു ആ സമയത്ത്. അപ്പോൾ ശരിക്കും ഞാൻ ഫ്ലഡ് കാണുന്നത് അവിടെ ഹിമാചലിലും പഞ്ചാബിലൊക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പം എന്നിട്ട് ഞങ്ങൾ തിരിച്ച് മോർണിംഗ് ഡൽഹിയിലെത്തും. അവിടുന്ന് പിന്നെ ഓരോ സ്ഥലത്തേക്ക് മാറുകയൊക്കെയാണ് ചെയ്തത്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ ആ സമയത്ത്. ഈ പറഞ്ഞ പോലെ എല്ലാവരെയും പരിഗണിക്കണം, എല്ലാവർക്കും ഓക്കെ ആയൊരു ഡിസിഷൻ എടുക്കണം. അപ്പം അത്തരം കാര്യങ്ങൾ. ഇപ്പം വാല്യൂ ഓഫ് ലൈഫ് ഇത്തവണ പോയപ്പോഴത്തേക്കും ജോഷിമഠിൽ വലിയൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു. അത് അവർ പറഞ്ഞത് ഈ ഇത്ര നാളത്തിൻ്റെ ഇടയ്ക്ക്
ഏറ്റവും വലിയൊരു മാസീവ് ലാൻഡ് സ്ലൈഡ് അതായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ കുറേ ഇൻസിഡൻസ് ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ, ഓക്കെ എന്നാൽ 2 ദിവസം കഴിയട്ടെ എന്ന് തീരുമാനിക്കാം. ആളുകളായിട്ട് പോകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാധിക്കും. അപ്പം അങ്ങനത്തെ ഒരു അൺസെർട്ടനിറ്റീസ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ആളുകളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതിപ്പോൾ ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ചിലപ്പോൾ ആളുകൾ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ആ സ്ഥലം എന്താണെന്ന് മനസ്സിലാക്കാതെ വരാറുണ്ട്. അപ്പം അവർ എക്സ്പെക്റ്റേഷൻ വെക്കുന്നത് കുഴപ്പമില്ല എന്ന് എനിക്കും തോന്നാറുണ്ട്. പക്ഷെ വരുന്ന സ്ഥലത്ത് പോസിബിൾ അല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷനിലുണ്ടാവും. അത് നമുക്കെന്തെങ്കിലും ആർക്കും മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതൊരു ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ചില സമയത്ത് നല്ല ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഏതെങ്കിലും ഭയങ്കര ഇൻറ്റീരിയറായ സ്ഥലത്തൊക്കെ രാവിലെ പാൽ ചായ കുടിക്കാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവിടെ പശു ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ആ സമയത്ത് നമുക്കൊരു ബ്ലാക്ക് ടീ കുടിക്കാനേ ഓപ്ഷനുള്ളൂ ശരിക്കും. അപ്പം അത് ചിലപ്പോൾ മനസ്സിലാക്കാതിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫെസിലിറ്റീസ് കുറഞ്ഞ സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പം അതിപ്പോൾ ട്രക്കായാലും അല്ലാത്തതായാലും ഒക്കെ കുറേയും കൂടെ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് രാവിലെ ചൂടുവെള്ളം വേണം, എനിക്ക് രാവിലെ ചൂടുവെള്ളം വേണം, അല്ലെങ്കിൽ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റണം, കറണ്ട് പോകുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഇപ്പം കശ്മീരിലൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നൊരു സ്ഥലമാണ്, അവിടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് അവർ നോക്കുമ്പോൾ നമ്മൾ കാട്ടിലൊന്നുമല്ല, ഒരു സിറ്റിയിലാണ്, ഹോട്ടലിലാണ് താമസിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് കറണ്ട് പോകുന്നത് എന്ന് പറഞ്ഞത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് ട്രാവൽ വരുന്നത് ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് പോകുമ്പോൾ ഓക്കെ, നമുക്ക് ആരോടും ചോദിക്കാനില്ല, നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് പോകുന്ന യാത്രകളാണ്. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളങ്ങ് സഹിക്കും. പക്ഷെ നമ്മളൊരു ഗ്രൂപ്പിൻ്റെ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും ആക്ച്വലി അവർക്കും ബ്ലെയിം ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, കൊണ്ടുപോകുന്ന ആളുകളെ ബ്ലെയിം ചെയ്യാൻ പറ്റും. അപ്പം ഓരോ ആൾക്കാരുടെ ക്യാരക്ടർ അനുസരിച്ചിരിക്കും. അതെ, ഇപ്പൊ ഗ്രൂപ്പ് ആൾക്കാരായിട്ട് കൊണ്ടുപോകുന്ന ആളല്ലേ, അപ്പം പലതരത്തിലുള്ള ആൾക്കാരാണ് വരുന്നത്, പല എക്സ്പെക്ടേഷനിൽ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളു. അപ്പോൾ അതുപോലെ വലിയ എന്തെങ്കിലും ഒരു ഭീകര അടി ഉണ്ടായ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഈ ആൾക്കാർ, അതായത് നിങ്ങളുടെ ക്ലയൻസുമായിട്ട് അങ്ങനെ അടി ഉണ്ടാവേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ വരുന്ന ഗ്രൂപ്പിനോട് മുഴുവനായും അടി ഉണ്ടാവുന്നത് പോലത്തെ ഇൻസിഡൻസ് ഉണ്ടായിട്ടില്ല. ബട്ട് ഏതെങ്കിലും 1-2 ആള് മാത്രം അവർക്കൊരു പ്രശ്നം, അല്ലെങ്കിൽ അത് നമ്മൾ കൺവിൻസ് ചെയ്താൽ മനസ്സിലാവാതിരിക്കുക പോലത്തെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നേപ്പാളിൽ പോകുന്ന സമയത്ത് ഖാന്ദ്രുക്ക് എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജ് ഉണ്ട്, ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അതെ, അന്നപൂർണ ട്രക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന്. അത് നമ്മുടെ ഐറ്റിനറിയിൽ നേപ്പാളിൻ്റെ ഇതിൽ ഖാന്ദ്രുക്ക് ഉണ്ട്. അപ്പം ആക്ച്വലി ആ വില്ലേജിൽ പോകാന്ന് വെച്ചാൽ ആ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അവിടത്തേക്കുള്ള യാത്ര കുറച്ച് ടഫാണ്, നല്ല ടഫാണ്. അത് പൊക്രാന്നാണ് ഖാന്ദ്രുക്കിലേക്ക് പോവുക. അതൊരു 3 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ റോഡൊന്നും അങ്ങനെ ഭയങ്കര കൺവീനിയൻറ്റും ഒന്നുമല്ല. പിന്നെ നേപ്പാളും കൂടെ ആണല്ലോ, അപ്പോൾ നമ്മൾ നേപ്പാളിൻ്റെ ഒരു കണ്ടീഷനും കൂടെ നമ്മുടെ മനസ്സിൽ വേണമല്ലോ നേപ്പാൾ യാത്രയ്ക്ക് പോകുമ്പോൾ. അപ്പോൾ റോഡുകൾ ഭയങ്കര പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മൗണ്ടൻ റോഡ്സാണ്, നാരോ വഴികളുണ്ട്. അപ്പോൾ അത് കുറച്ച് സ്കേറിയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇത് കുറച്ച് സ്കേറി ആയിട്ടുള്ള സ്ഥലമാണ്, യാത്ര അങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന ബ്രീഫിങ്ങിൽ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ നമ്മൾ ഇത് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, തലേ ദിവസവും പറഞ്ഞിട്ടുണ്ട്, നാളെയാണ് നമ്മൾ ഖാന്ദ്രുക്കിൽ പോകുന്നത്, അപ്പം ഇങ്ങനെ ഒരു സ്കേറി ഇതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര അഡ്വഞ്ചറസ് ആണ്. അതിലൊരു ഭൂരിഭാഗം ആളുകളും ഇത് അഡ്വഞ്ചറസ് ആയിട്ട് കാണുകയും ആ രീതിയിൽ അതിൻ്റെ ഫൺ എടുക്കുകയൊക്കെ ചെയ്യാണ്. കാരണം നമുക്ക് പേടിയാവും, ഉറപ്പായിട്ടും പേടിയാവും, പക്ഷെ നമ്മളത് എൻജോയ് ചെയ്യുമല്ലോ, അതാണ് നമ്മൾ അതിന് അഡ്വഞ്ചർ എന്ന് പറയുന്നത്. പക്ഷേ 2 ആൾക്കാർ മാത്രം, അവർ കുറച്ച് തോന്നുന്നു, അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവർ നന്നായി പേടിച്ച് കാണും. അപ്പോൾ അതിലൊരാൾ ഇങ്ങനെ ഒരു എഡ്ജിൽ കൂടെ പോകുമായിരുന്നു വണ്ടി. അപ്പോഴത്തേക്കും അവരെ ഭയങ്കരമായി പേടിച്ചിട്ടായിരിക്കും അവർ എഴുന്നേറ്റ് നിന്നിട്ട് എന്നെ കുറേ ചീത്ത വിളിച്ചു. അപ്പോൾ ആക്ച്വലി അങ്ങ് സ്റ്റണ്ടായിപ്പോയി. ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ തിരിച്ച് ദേഷ്യപ്പെടാൻ പല ഓപ്ഷൻ ഉണ്ടല്ലോ, പക്ഷെ ഞാൻ ആക്ച്വലി അങ്ങ് സ്റ്റണ്ടായിപ്പോയി. ഒന്ന്, അവരിത് പറഞ്ഞ് തീർന്നിട്ട് അവരങ്ങ് കരയുകയും കൂടി ചെയ്തു. അപ്പം ഞാൻ കരയുന്ന ഒരാളോട് നമുക്ക് എന്താ തിരിച്ച് പറയാനൊന്നുമില്ലല്ലോ. അപ്പം ഞാനും അത് ഭയങ്കര കാമായിട്ട് സമാധാനമായിട്ടിരിക്കുകയാണ് ചെയ്തത്. പക്ഷെ നല്ല കണ്ണു പൊട്ടുന്ന ചീത്തയാണ് അവർ പറഞ്ഞത്. ഞാൻ മിണ്ടാതെ ഇരുന്നു. നമ്മളവിടെ എത്തി, ഖാന്ദ്രുക്ക് എത്തി. അപ്പം ഖാന്ദ്രുക്ക് എത്തി സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മുന്നേയും ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടാതെ ഈ സ്കേറി യാത്രയുടെ ആവശ്യമുണ്ടോ എന്ന് തിങ്ക് ചെയ്ത ആൾക്കാർ പോലും മറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ബിക്കോസ് അത്ര രസമുള്ളതുകൊണ്ട് അവർ
നല്ല എൻജോയ് ചെയ്തു. കാരണം അന്നപൂർണ്ണ അവിടുന്ന് കാണാൻ പറ്റും, ഭയങ്കര ഭംഗിയുള്ള സൺറൈസ് കാണാൻ പറ്റും, സൺസെറ്റ് കാണാൻ പറ്റും. പിന്നെ അവിടുത്തെ ഫുൾ ഇങ്ങനെ കല്ല് പാകിയ വഴികളൊക്കെ ആയിട്ട് ഒത്തിരി പല പല മൗണ്ടൻസ് കാണാൻ പറ്റുള്ളൂ. ആമാദബലമൊക്കെ കാണാൻ പറ്റും, മാച്ചു പിച്ചുനെ കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു സ്ഥലം. അപ്പോൾ ഈ ചീത്ത വിളിച്ച ആള് ആ യാത്ര തീർന്ന് നമ്മൾ പിരിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് വരെ എൻ്റെ മുഖത്ത് പോലും പിന്നെ നോക്കിയിട്ടില്ല. അപ്പം ഞാൻ അവരെ അഡ്രസ്സ് ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പം അവരോട് മിണ്ടാൻ ഇപ്പം എനിക്കൊരു മടിയാണ് അവരോട് പോയി മിണ്ടാൻ. ഇനി എന്തായാലും റിയാക്ട് ചെയ്യാമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ പക്ഷേ ഞാൻ അവർ ഒരു ഐ കോണ്ടാക്റ്റ് കൊടുക്കാൻ നോക്കും ഇടയ്ക്കിടയ്ക്ക്, പക്ഷെ അത് തിരിച്ച് കിട്ടില്ല. അപ്പം ഞാൻ ചമ്മിയത് പോലത്തെ ഒരവസ്ഥയിൽ ഞാനും പിന്നൊന്നും പറയില്ല. അപ്പം ഞാൻ ഒരു കാര്യം മാത്രം അവരോട് പറഞ്ഞു, നമ്മൾ ഏത് സ്ഥലത്ത് പോകുമ്പോഴായാലും പോകുന്ന സ്ഥലത്തെ കുറിച്ചിട്ടൊരു ബേസിക് ധാരണ. ഇന്നിപ്പോൾ ഭയങ്കര ഈസി അല്ലേ, 5 മിനിറ്റ് യൂട്യൂബ് അടിച്ചാൽ ഏത് സ്ഥലത്തിനെ കുറിച്ചും ഈസി ആയിട്ട് ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ അവരാണെങ്കിൽ ഇതിന് കമ്പയർ ചെയ്യുന്നത് ലക്ഷദ്വീപിൽ പോയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ലക്ഷദ്വീപിൽ പോയപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ലക്ഷദ്വീപിൽ പോയപ്പോൾ അങ്ങനെ അല്ലായിരുന്നു. അപ്പം അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കയ്യിൽ പൈസയുണ്ട് അല്ലെങ്കിൽ ലീവും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എന്തോ ഒരു പോസ്റ്റർ കണ്ടു എന്നാൽ രജിസ്റ്റർ ചെയ്ത് പോകാമെന്ന് വിചാരിക്കാതെ പോകുന്ന സ്ഥലം നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള സ്ഥലമാണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സ്ഥലമാണോ, അങ്ങനത്തെ സ്ഥലത്ത് പോകാൻ നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പോകണം എന്ന് മാത്രം ഞാൻ അതിനൊരു കമൻറ്റ് പറഞ്ഞു. വേറെ ഒന്നും അതിനെക്കുറിച്ച് പറഞ്ഞില്ല ആക്ച്വലി. അപ്പം അറിയാമല്ലോ, ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ ഐലൻഡും 8-10 കിലോമീറ്റർ മാത്രമുള്ള ഒരു ചെറിയ സ്ഥലമാണ്. അപ്പം അവിടെ പോയത് വെച്ചിട്ട് നേപ്പാൾ പോലത്തെ ഒരു സ്ഥലം വന്ന് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനത്തെ കുറേ ആളുകളുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാതെ വരുമ്പോഴൊക്കെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ചാനൽ കൂടെ തന്നെ ഒരുപാട് ട്രാവലേഴ്സ് വന്ന് ട്രക്കിങ്ങിനെ പറ്റിയൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവർ പറയാത്ത ഒരു ട്രക്കാണ് ഗോശാല ട്രക്ക്. അപ്പം നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിലും അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ട്രക്കാണ് ഗോശാല ട്രക്ക് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ പ്രേക്ഷകർക്കാണെങ്കിലും ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രക്കാണ് ഗോശാല ട്രക്ക്. അപ്പോൾ അത് ചെയ്ത ആളാണ് നിഹാല. അപ്പം ഗോശാല ട്രക്കിനെ പറ്റി ഒന്ന് പറയാമോ? കാരണം അധികം പ്രേക്ഷകർ ഈ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒക്കെ ആണെങ്കിൽ പോലും ഈ കേദാർഗന്ധ വാലി ഓഫ് ഫ്ലവേഴ്സ് ഒക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഗോശാല അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു ട്രക്കാണ്. അപ്പം അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? ഗോശാല മെയിൻലി 2 സീസണാണ്. ഒന്ന് ഏപ്രിൽ റോഡോ ഡെൻഡ്രൻ പൂത്ത് നിൽക്കുന്ന ഫുൾ വഴിയിൽ അതിലൊരു സീസൺ, ഒന്ന് ഒക്ടോബർ. അപ്പം ഞാൻ പോയത് ഒക്ടോബറിലാണ്. അപ്പം ഈ പറഞ്ഞ പോലെ അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ബേസിക് സാധനം മുതൽ പറയാം. സിക്കിമിലാണ് ഗോശാല ട്രക്ക് ഉള്ളത്. നമ്മുടെ സമ്മിറ്റ് പോയിന്റ് കാഞ്ചൻജംഗ കാണലാണ് ഈ ഗോശാല ട്രക്കിൻ്റെ ഫൈനൽ. അപ്പം ഇത് നമുക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ബാഗ്ദോഗ്രയിലാണ് എത്തേണ്ടത്, അല്ലെങ്കിൽ യക്സം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇതിൻ്റെ ബേസ് ക്യാമ്പ്, അവിടെ നിന്നാണ് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ യക്സമിലേക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പം വഴി, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെയുള്ള ആളുകൾക്ക് ഏറ്റവും എളുപ്പം ബാഗ്ദോഗ്ര എയർപോർട്ടിൽ പോകലാണ്. ബാഗ്ദോഗ്ര എയർപോർട്ടിൽ നിന്ന് ഇപ്പം നമ്മളൊരു യൂഷ്വലി ഡേ 1 ബാഗ്ദോഗ്ര എത്തുവാണെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ യക്സമിലേക്ക് ട്രാവൽ ചെയ്യണം. അതൊരു രാവിലെ സ്റ്റാർട്ട് ചെയ്താൽ ഈ വൈകുന്നേരം എത്തുന്നത് പോലെ അത്രയും ലോങ് ആയിട്ടുള്ളൊരു യാത്രയാണ്. അപ്പം കുറച്ച് നേരം കുറേ ദൂരം വെസ്റ്റ് ബംഗാളിൽ കൂടെ, അത് കഴിഞ്ഞിട്ട് സിക്കിമിലെത്തുന്ന പോലെയാണ് ഈ യാത്ര വരിക. അപ്പം പോകുന്ന വഴിയൊക്കെ ഒത്തിരി വെള്ളച്ചാട്ടങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു വഴിയുമാണ് യക്സമിലേക്കുള്ളത്. അങ്ങനെ അതാണ് ആദ്യത്തെ 2 ദിവസം. 3-ാമത്തെ ദിവസമായിരിക്കും ട്രക്ക് തുടങ്ങുക. 8 ദിവസമുണ്ട് ട്രക്ക്. അതായത് 6-ാമത്തെ ദിവസമായിരിക്കും സമ്മിറ്റ് നടക്കുന്നത്. നമ്മൾ കാഞ്ചൻജംഗ കാണുന്നത് ട്രക്ക് തുടങ്ങി 6-ാമത്തെ ദിവസം. അതായത് 6 ദിവസം നമ്മൾ നടന്നാണ് കാഞ്ചൻജംഗ. ടോട്ടൽ എത്ര ദിവസമാണ്? മൊത്തത്തിൽ 12 ദിവസം വേണം. ആക്ച്വലി 12 ദിവസം, അതായത് നമ്മൾ കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ 12 ദിവസം വേണം. അതിൽ 4 ദിവസം നമ്മൾ യാത്ര ചെയ്യുമായിരിക്കും. 2 ദിവസം യക്സമിലെത്താൻ, അതുപോലെ തിരിച്ചു വരാനുള്ള 2 ദിവസം. ഇതിനിടയ്ക്കുള്ള 8 ദിവസമാണ് ട്രക്ക് ചെയ്യുക. അപ്പോൾ 6 ദിവസം ലൈക്ക് 1 സൈഡ് ട്രക്ക് ഗോശാല കാണുന്നത്. പിന്നെ ഇത് ഇറങ്ങുന്നത് 2 ദിവസം കൊണ്ട്, കയറിയ ദൂരം മുഴുവൻ 2 ദിവസം കൊണ്ടാണ് ഇറങ്ങുന്നത്. അപ്പം ഒക്ടോബർ സീസണിൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ചെറിയൊരു ഫെയറി ടെയിൽ പോലെ തോന്നും. നമ്മളങ്ങനെ വേറെ ഹിമാലയൻ ട്രക്കിൽ കാണാത്ത പോലത്തൊരു കാഴ്ചയാണ്. അതായത്
ഒത്തിരി മരങ്ങളുണ്ട്, റോഡോഡെൻഡ്രൺ ആണെങ്കിലും അല്ലാത്ത നമുക്ക് പേരൊന്നും അറിയാത്ത എത്രയോ മരങ്ങൾ. അപ്പം ഈ മരങ്ങളിലും പാറകളിലൊക്കെ ഫുൾ പച്ചപ്പായലും ചെറിയ യെല്ലോ ഉള്ള പായലൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാം. അങ്ങനെ ഒരു ഫെയറി ടെയിൽ പോലെ തോന്നും വഴിയൊക്കെ. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് മിക്ക ദിവസവും ഒരു മഴ മൂടുണ്ട്. മഴ അങ്ങനെ കാര്യമായി പെയ്തില്ല, കുറച്ച് മഴയൊക്കെ പെയ്തുള്ളൂ. പക്ഷെ ഒരു മഴ മൂടുണ്ട്. അപ്പോൾ കുറച്ച് ക്ലൗഡി ആയിട്ടിരിക്കും, ഭയങ്കര ബ്രൈറ്റായിട്ട് വെയിലില്ല. അപ്പോൾ കാടിനുള്ളിൽ കൂടെ പോകുമ്പോൾ തന്നെ ആ ഒരു മൂടലുണ്ടല്ലോ, അത് കാടിനകത്ത് അത് ഭയങ്കര രസമാണല്ലോ. ഒരു ചെറിയ മൂടൽ, ചെറിയ കോട ഉണ്ടാവും. മരങ്ങളിൽ ഫുള്ളി പറഞ്ഞ പച്ചപ്പായലും മഞ്ഞപ്പായലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. വഴികൾ കുറേ ഇങ്ങനെ വുഡ് പാകിയ പോലത്തെ കുറേ വഴികളുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു വേറെ സ്ഥലത്ത് കാണാത്തൊരു ട്രെക്കിംഗ് ട്രെയിലാണ് ആക്ച്വലി ഗോച്ചിലേത്. പക്ഷെ അത്ര എളുപ്പമുള്ള ട്രക്കല്ല. ആക്ച്വലി മോഡറേറ്റ് ഡിഫിക്കൽട്ട് കാറ്റഗറിയിൽ വരുന്ന ട്രക്കാണ് ഈ. ആൾട്ടിറ്റ്യൂഡ് ഗെയിനും ഉണ്ട്, അത് ലോങ്ങും ആണ്. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമുക്ക് കുറച്ച് അധികം നടക്കാനുണ്ട്. ലൈക്ക് ഒരു മോർ ദാൻ 10 കിലോമീറ്റർ എല്ലാ ദിവസവും നടക്കാനുണ്ട്. അതിലൊരു ദിവസം നമ്മൾ സോങ്ക്രി എന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രെക്ക് ചെയ്തെത്തി. അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് ഒത്തിരി ട്രെക്കില്ല. ആ ദിവസം നമ്മൾ സോങ്ക്രി ടോപ്പിലേക്കാണ് ട്രെക്ക് ചെയ്യുന്നത്. അതൊരു ജസ്റ്റ് 1 hour ട്രെക്കാണ് സോങ്ക്രിയിൽ നിന്ന് സോങ്ക്രി ടോപ്പിലേക്ക്. അവിടെ നിന്നും ചെറുതായി കാഞ്ചൻജംഗ കാണാനൊക്കെ പറ്റും. അവിടെ പോയിട്ട് സൺറൈസ് കാണാനാണ് ഈ ട്രെക്ക് ചെയ്യുക. ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ലൈക്ക് ഒരു 4-4:30 ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് മുകളിലെത്തി സോങ്ക്രി ടോപ്പിൽ നിന്ന് സൺറൈസൊക്കെ കണ്ട് തിരിച്ചു വന്നാൽ ആ ദിവസം ആക്ച്വലി വേറെ ട്രക്കിംഗ് ഒന്നും വരുന്നില്ല. ആ ദിവസം കുറച്ച് റിലാക്സ് ചെയ്യാനും അവിടെ അടുത്തൊക്കെ ചുമ്മാ നടക്കാനൊക്കെ പറ്റുന്നത്. ബാക്കി എല്ലാ ദിവസവും നല്ല ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രെങ്ത് ആവശ്യമുള്ള ഒരു ട്രക്കാണ്. അത് അത്ര ഈസി എന്ന് പോലും പറഞ്ഞുകൂടാ. മോഡറേറ്റിനേക്കാളും എബോവ് ഒരു ഡിഫിക്കൽട്ട് കൈൻഡ് ഓഫ് ട്രക്കാണ്. അതിൽ തന്നെ നമ്മൾ കാഞ്ചൻജംഗ ചെയ്യുന്ന സമ്മിറ്റ് ഡേയിൽ ആക്ച്വലി ഞങ്ങൾ 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ട്രക്ക് ചെയ്യാൻ, രാത്രി 12 മണിക്ക്. അപ്പം അത് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇന്ന് എത്തുന്നു, വൈകുന്നേരം എത്തുന്നു, റിലാക്സ് ഒക്കെ ആവുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് പറഞ്ഞു ഓക്കെ നാളെയാണല്ലോ സമ്മിറ്റ്, അപ്പം നമുക്ക് 12 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന്. അപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടി. ബിക്കോസ് നമുക്ക് അത്രയും ഉറങ്ങാൻ ഓൾറെഡി ഇങ്ങനെ കനത്ത. എത്ര മണിക്ക് എത്തി? ഒരു 4 മണിയൊക്കെ, 3-4 മണിക്കൊക്കെ എത്തി. അപ്പം നമ്മൾ എപ്പോഴും നമുക്ക് ഉറക്കം വരില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ ട്രെക്ക് ചെയ്ത് ക്യാമ്പിലേക്ക് എത്തിയാൽ ഉറങ്ങാൻ പാടില്ല എന്ന് അവർ പറയാറുണ്ട്. ബിക്കോസ് നമ്മൾ ടയേർഡായി പോകും. അപ്പം നമ്മൾ എനർജറ്റിക്കായി ഇരിക്കണം. നമ്മൾ സൂപ്പ് കുടിക്കും, ചായ കുടിക്കും, വെള്ളം കുടിക്കും, എന്തെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്തിട്ട് മൊത്തത്തിൽ ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്തിരിക്കണം. ഡിന്നറും കൂടെ കഴിഞ്ഞിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ, അതിന് മുമ്പ് ഉറങ്ങരുതെന്ന് എപ്പോഴും പറയും. എല്ലാവരും ഒന്നും അനുസരിക്കില്ല, എന്നാലും ഉറങ്ങാറില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ ഡിന്നർ കഴിച്ച് നേരത്തെ ഉറങ്ങിയിട്ട് നമുക്ക് 12 മണിക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ 12 മണിക്ക് പോകണമെങ്കിൽ 11 ആകുമ്പോൾ ഇവർ നമ്മളെ എഴുന്നേൽക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം, പാക്ക് ചെയ്യണം, റെഡി ആവണം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഡിന്നർ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഉറങ്ങാൻ പറ്റും. 11 മണിയായപ്പോൾ എഗെയിൻ അവർ വന്ന് വേക്കപ്പ് കോൾ തന്നു, എഴുന്നേറ്റ് റെഡിയായി, എന്തൊക്കെയോ കഴിക്കാൻ ചായയൊക്കെ തന്നു, ചെറിയ സ്നാക്സൊക്കെ തന്നു. കഴിച്ചിട്ട് 12 ആയപ്പോൾ നടക്കാൻ തുടങ്ങി. ഞങ്ങൾ ആക്ച്വലി പോകുമ്പോൾ ഒരു 8 ആളുകളാണ് പോയത്. പക്ഷെ 2 പേര് വന്നില്ല സമ്മിറ്റിന്. അവർക്ക് ഒരാൾ അതിന് മുമ്പും തിരിച്ചു പോയായിരുന്നു. അപ്പോൾ ആക്ച്വലി നമ്മൾ സമ്മിറ്റിന് പോകുമ്പോൾ 5 ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 12 മണി ആയതുകൊണ്ടാണ് 2 പേര് വരാതിരുന്നത്. അവർക്ക് ഓൾറെഡി അവർ കുറച്ച് വീക്കായിരുന്നു. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുമെന്ന് അവർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം 12 മണിക്ക് പോകുന്നതുകൊണ്ട് ടോർച്ചൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വേണമായിരുന്നു പോവാൻ. അപ്പം എക്സ്ട്രാ ഈ 2 പേര് വരാത്തതുകൊണ്ട് എക്സ്ട്രാ ടോർച്ച് അവരുടെ കയ്യിലുള്ളത് കരുതിക്കോളാനൊക്കെ പറഞ്ഞു. അപ്പം നമ്മളൊരു 12 നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 1 hour ആയപ്പോഴത്തേക്കും എൻ്റെ ടോർച്ച് ഡെഡായി. അപ്പം ഒരു എക്സ്ട്രാ ടോർച്ചും കൂടെ. വഴിയിലൊന്നും ഒരു ലൈറ്റും ഇല്ല, ഒന്നുമില്ല, ഓഫ്കോഴ്സ് ഒന്നുമില്ല. അങ്ങനത്തെ ട്രെയിലാണല്ലോ. അപ്പം ഇതിലാണെങ്കിൽ ഒത്തിരി റിവർ ക്രോസിങ്ങും വരുന്നുണ്ട്. വലിയ റിവറുകളല്ല, ചെറിയ സ്ട്രീമുകൾ. പക്ഷെ രാത്രി ആയതുകൊണ്ട് ഇത് നമ്മൾ കാണണമല്ലോ. അപ്പം കുറച്ച് വെറ്റായിട്ട് കിടക്കും. നമ്മൾ ഈ ചവിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ കാല് നനയുവാണെങ്കിൽ ഫ്രോസ് ബൈറ്റൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്ര തണുപ്പാണ്. അപ്പോൾ ഈ വെള്ളം ഉണ്ടോ എന്നൊക്കെ നമ്മൾ കൃത്യമായി കണ്ട് തന്നെ പോകണം. അപ്പോൾ ടോർച്ച് ഓഫായിപ്പോയി ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ലക്കിലി ഒരാളുടെ ഒരു ചെറിയ പോക്കറ്റ് ടോർച്ച് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് പോയത്. അപ്പം ഒരു 5-5:30 ഒക്കെ ആകുമ്പോഴാണ് ലൈറ്റ് വരിക.
അതുവരെ ഫുൾ ഇരുട്ടാണ്. അപ്പോൾ അത് കുറച്ച് അത്യാവശ്യം നല്ല ടഫായിരുന്നു. ഈ സമ്മിഡ് ഡേ ഒരു സൺറൈസ് കാണുന്ന ഇതിന് മുന്നേ ഉള്ള ഒരു 1 hour നല്ല ഓൾട്ടിറ്റ്യൂഡ് ഗെയിനും ചെയ്യുന്നുണ്ട്. അപ്പം നല്ല കയറ്റമാണ്. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മോട്ടിവേറ്റ് ചെയ്ത് ഇത്ര കൂടെ അല്ലേ ഉള്ളൂ, ഇതും കൂടെ ചെയ്താൽ പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് പരസ്പരം മോട്ടിവേറ്റ് ഒക്കെ ചെയ്താണ് മുകളിലെത്തിയത്. പക്ഷെ മുകളിലെത്തി എന്ന് പറഞ്ഞാൽ ആ സൺറൈസ് എന്താ പറയുക, ഒരു ലൈഫ് ടൈം അത്ര ഭംഗിയുള്ളൊരു കാഞ്ചൻജംഗയിൽ സൂര്യൻ അടിക്കുന്ന ആ ഒരു ഓറഞ്ച് കളറൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു സൺറൈസ് ആയിരുന്നു. അപ്പം അങ്ങനെ ആക്ച്വലി മലയാളികളെയൊന്നും പറഞ്ഞ പോലെ അങ്ങനെ കണ്ടതേ ഇല്ല. കൂടുതലും ഫോറിനേഴ്സും പിന്നെ ഇന്ത്യയിൽ തന്നെ വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. എന്നാലും മലയാളികൾ നമ്മളല്ലാതെ അധികം മലയാളികളെ കണ്ടതായി ഓർക്കുന്നില്ല. അപ്പം ഇതുകൊണ്ടായിരിക്കും ഒന്ന് കുറച്ച് അതിൻ്റെ പോപ്പുലാരിറ്റി കുറവാണെന്ന് തോന്നുന്നു. ആളുകൾക്ക് അറിയാവുന്ന സാഹചര്യം കുറവാണെന്ന് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഈസി അല്ലല്ലോ, അപ്പം അതും കൂടെ കൊണ്ടായിരിക്കും ആളുകൾ കുറവെന്ന് തോന്നുന്നു. പക്ഷെ കുറച്ച് നന്നായി പ്രിപ്പയർ ചെയ്തില്ലേക്കൊരു 3 month നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ കൂളായി പോയി ചെയ്ത് വരാവുന്ന ഭയങ്കര ഭംഗിയുള്ള വൺ ഓഫ് ദ ട്രെക്കാണ് ഗോച്ചില. അപ്പോൾ നിഹാലയുടെ ട്രക്കിംഗ് സ്റ്റോറീസ് ഇവിടെ തീരുന്നില്ല. അപ്പം ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാൻ നിഹാലയ്ക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ ഇനിയും നമ്മുടെ ഈ ഒരു ട്രാവലിസ്റ്റ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ വീണ്ടും വന്ന് നിഹാലയുടെ ഇനിയും അല്ലേ, നമ്മൾ ട്രക്കേഴ്സിനോട് പറയുന്നത് എവറസ്റ്റ് വരെ എത്തട്ടെ എന്നാണല്ലേ. അപ്പോൾ എവറസ്റ്റ് വരെ എത്തിയിട്ട് നമ്മളുടെ ട്രാവലിസ്റ്റയുടെ നമ്മുടെ ഈ ചാനൽ വരിക, നമ്മളോട് വീണ്ടും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിഹില നമ്മുടെ കൂടെയുള്ള കുറച്ച് സമയം? ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് അതായത് ഒരു ചാനലിന് വേണ്ടിയൊക്കെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു ടെൻഷനും എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ബാധിച്ചില്ല എന്ന് തോന്നുന്നു. ഭയങ്കര കംഫർട്ടബിളായിരുന്നു. ഈ പ്ലാറ്റ്ഫോം ഭയങ്കര നല്ലതാണ്. ബിക്കോസ് സ്ത്രീകളൊക്കെ ഭയങ്കരമായി സോളോ ട്രാവലും അഡ്വെഞ്ചറും ഒക്കെ ഒത്തിരി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു സമയമാണല്ലോ. ഇപ്പം സോളോ ട്രാവലൊക്കെ പോകുന്നത് ഭയങ്കര കോമൺ ആയി മാറി. നമുക്കറിയാവുന്ന എത്രയോ ആളുകൾ എല്ലാ സ്ഥലത്തേക്കും ഫോറിൻ കൺട്രീസിലാണെങ്കിലും ട്രക്കാണെങ്കിലും ഒക്കെ ഒത്തിരി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം അവരുടെ സ്റ്റോറീസൊക്കെ വന്നിരുന്ന് പറയാനും ഒത്തിരി ട്രാവൽ ചെയ്യുന്നൊക്കെ ആഗ്രഹിച്ച് ചിലപ്പോൾ മടിയോ പേടിയോ ഒക്കെ പല കാരണങ്ങൾ കൊണ്ട് ചെയ്യാതെയൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ഒരു പ്രചോദനമായിരിക്കും ഇതുപോലെ വന്നിരുന്ന് പറയാനൊരു പ്ലാറ്റ്ഫോം. അപ്പോൾ അത് ട്രാവലിസ്റ്റയ്ക്ക് എൻ്റെയും എല്ലാവിധ ആശംസകളും. കൂടുതൽ സ്ത്രീകളുടെ കഥകൾ നിങ്ങൾക്ക് പറയാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു.